കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനും ഗോമതി എല്ലാരും കൂടെ ഉദയഭാനുവിന്റെ വീട്ടിലേക്ക് വരുവാണ്. അവരെ കണ്ട ഉടനെ ഉദയഭാനു ശ്രീകലയും കൂടെ സ്വീകരിക്കാൻ ഇറങ്ങി വരുവാണ്. പിന്നീട് എല്ലാരും പറഞ്ഞു ബാ അകത്തേക്ക് കയറി വരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു നാണത്തോടുകൂടി ആനന്ദിക്കുകയാണ്. എന്ത് പറ്റി മരുമൊരു നാണമൊക്കെ? ഒന്നുമില്ല അങ്കിളെ എന്ന് പറയണം. അങ്കിളാ? അങ്കിളൊന്നുമില്ല, ഇനി ഞാൻ അച്ഛനാന്ന് പറയണം. ശരി അങ്കിളെന്ന് പറയണേ. അങ്കിളെന്നല്ല അച്ഛാന്ന് പറ. ശരി അച്ഛാന്ന് പറയണം. ഇത് കേട്ടതും ബാലനും എല്ലാരും കൂടെ ചിരിക്കുകയാണ്. പിന്നീട് ഗോമതിയുടെ നേർക്ക് ഒന്ന് നോക്കുവാണ് ശ്രീകല നോക്കിയിട്ട് ഇതാരാ നിക്കണേ? കാവിലെ ഭഗവതി നേരിട്ട് എഴുന്നള്ളി നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, എന്തൊരു ഐശ്വര്യം മുഖത്തെന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് തന്നെ മീനാക്ഷിയും മിത്രയും കൂടെ ഇങ്ങനെ നോക്കുവാണ് അവരുടെ നേരെ. ഈ സമയം മീനാക്ഷി മിത്രയോട് പറഞ്ഞു, ഭയങ്കര സോപ്പിംഗ് ആണല്ലോ, ഇത് ചെറിയ കാര്യമൊന്നുമില്ല, ഇവരെ ഒന്ന് സൂക്ഷിക്കുന്നല്ല എന്ന് പറയണേ. കേട്ടത് മിത്ര പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമല്ല, ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, ഇവരത്ര വെടിപ്പാന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ മീനാക്ഷി ചേച്ചി അങ്ങനെ പറഞ്ഞേ? കാരണം മിത്ര നേരെ പോന്ന, പക്ഷെ മീനാക്ഷിക്ക് ഈ കുരുട്ടുബുദ്ധിയൊക്കെ പെട്ടെന്ന് തിരിയും. മീനാക്ഷി പറഞ്ഞു, ഇവരുടെ ഈ മട്ടും ഭാവവും ഈ പാവത്താൻ നിപ്പോ കണ്ടിട്ട് എനിക്ക് അത്ര ഇതാന്ന് തോന്നില്ല എന്ന് പറയണം. ഈ സമയം ആകാശ് ധർമ്മനോട് പറഞ്ഞതേ അമ്മയുടെ നിപ്പ് കണ്ടോ, കാവിലെ ഭഗവതിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി മിക്കവാറും അമ്മയ്ക്ക് ഈ ആണ്ടില് ഇനിയിപ്പോ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല ഈ കാര്യം ഓർത്തിട്ടെന്ന് പറയണം. പിന്നീട് അവരെ ചിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് ക്ഷണിച്ചോണ്ട് ചെല്ലുവാണ്. അകത്തേക്ക് ക്ഷണിച്ചോണ്ട് ചെന്നപ്പോ ഒന്ന് രണ്ട് ബന്ധുക്കൾ മാത്രം ഉദയഭാനുവിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ബാലനോട് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളെ ബന്ധുക്കളാന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ ചോദിച്ചു, അല്ല ബാക്കി എല്ലാരും എപ്പോഴാ വരണെന്ന് ചോദിക്കണം. ബാക്കിയോ ഇത്രയും പേരൊക്കെ ഉള്ളെന്ന് പറയണേ. ഇത്രയും പേരെ ഉള്ളോന്ന് പെട്ടെന്ന് ബാലൻ ചോദിക്കുകയാണ്. അല്ല കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇത്രയും പേരെ ഉള്ളോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഉദയഭാനു വല്ലാത്തൊരവസ്ഥയെ പെട്ടുപോയി. ഉദയഭാനു പെട്ടെന്ന് പറഞ്ഞു, അല്ല ഇനി 2-3 പേരും കൂടെ വരാനുണ്ടെന്ന് പറയണേ. പെട്ടെന്ന് ഗോമതി ചോദിച്ചു, 2-3 പേരും കൂടെയോ? ധർമ്മം പറഞ്ഞു, അതെങ്ങനെയാ, ഒത്തിരി ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 പേരും കൂടെ വരുന്നുള്ളൂന്ന് ചോദിക്കുക. അല്ല നിങ്ങൾക്ക് ആൾബലമൊക്കെ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം. എന്ത് ചെയ്യാനാന്ന് പറ. ഉദയഭാനു ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ശ്രീകലേനെ ഇങ്ങനെ നോക്കുകയാണ്. ശ്രീകലയ്ക്ക് എന്ത് മറുപടി പറയാൻ നടത്തില്ല. പെട്ടെന്ന് ശ്രീകല പറഞ്ഞു, അതെ കുറെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെന്താ അവരെന്ത് തന്നെ ഇതിനകത്ത് പങ്കെടുക്കാത്തെന്ന് ചോദിക്കും. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു കുറെ സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല അത് പിന്നെ അങ്ങനെ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ വിളിച്ച ബാക്കി എല്ലാവരും പിണങ്ങൂന്ന് പറയണേ. പിണങ്ങോ? അതെന്താ? അത് പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെപ്പോലെയല്ലോ ഇത്തിരി ആൾക്കാരൊന്നും അല്ല, ബന്ധുബലം എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ എല്ലാരും കൂടെ വിളിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ധർമ്മം പറഞ്ഞു, അല്ല ഇതിപ്പോ നോക്കിയാലും ഞങ്ങളുടെ അത്രയും പോലും നിങ്ങളില്ലല്ലോ, ഞങ്ങൾ അതിനേക്കാളും ഉണ്ടല്ലോ, ഈ വീട്ടിലുള്ളതിനേക്കാളും ആൾക്കാർ ഞങ്ങളുണ്ടല്ലോ എന്ന് പറയണം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, സാരമില്ല, ഇനിയിപ്പം കല്യാണത്തിനായിരിക്കില്ലേ? അതെ കല്യാണത്തിന് എല്ലാവരും വിളിക്കുന്നുണ്ട്, അത് ഗംഭീരമായിട്ടായിരിക്കും കല്യാണത്തിന് എല്ലാരും കൂടെ വിളിച്ച് നടത്താനെന്ന് പറയണം. ഈ സമയം മീനാക്ഷി ഒന്ന് നോക്കിയവരെ. മീനാക്ഷി പെട്ടെന്ന് ചോദിച്ചു, അല്ല ഒരു കാര്യം ചോദിച്ചിട്ടെ, നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് എത്ര കാലമായെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീവിദ്യ പറഞ്ഞു, ഞങ്ങൾ കുറെ കാലമായി വന്നിട്ടെന്ന് പറയണം. ആണോ, കുറെ കാലമല്ലേ താമസിക്കാൻ വന്നിട്ട് എന്ന് ചോദിക്കുകയാണ്. ഈ സമയം സ്ത്രീകൾ പറഞ്ഞു, അതെ ഒരു 10-20 വർഷമായി കാണുമെന്ന് പറയണം. 20 വർഷമായിക്കേ, അപ്പൊ അയലങ്കാരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കണം. ശ്രീവിദ്യ പറഞ്ഞു, അതെ ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിയണേ, എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാന്ന് പറയണേ, എന്നിട്ട് എന്തുകൊണ്ടാ അയൽവക്കത്തുള്ളവരെ പോലും വിളിക്കാത്തതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനുജൻ പറഞ്ഞു, അത് ശരിയാ, അയൽവക്കത്തുള്ളവരെ കൂടെ വിളിക്കായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം പോലെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു കല്യാണം വെച്ച് കഴിയുമ്പം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ച് കഴിയുമ്പം അടുത്തുള്ള ആൾക്കാരെയും കൂടെ വിളിക്കില്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് പരസ്പരം അവർ നോക്കുവാണ്. എന്ത് മറുപടി പറയണം നടത്തില്ല. ഉദയഭാനു ശ്രീകലയും കൂടെ പെട്ടുപോയല്ലോ. ഈ മീനാക്ഷി ഈ പെണ്ണിന്റെ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവായി പോകാന്ന് വിചാരിച്ചു കഴിയുമ്പത്തിനും അവൾ ഓരോ കുണിഷ്ടു ഇട്ടുകൊണ്ട് വരികയാണ്. എന്ത് മറുപടി പറയണം എന്നറിയത്തില്ല. ശ്രീകലയാണ് ആകെപ്പാടെ വിളറി വെളുത്ത് നിൽക്കുകയാണ്. ഉദയഭാനുവിനെ ഒന്ന് നോക്കുവാണ്. അല്ല അത് പിന്നെ ഉണ്ടല്ലോ, ഈ അയൽവക്കത്തുള്ളവരെയൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ട്, ഒരാളെ വിളിച്ചിട്ട് കാര്യമില്ല, കുറെ ആൾക്കാരെ വിളിക്കണ്ടേന്ന് നിൽക്കാം, അതുകൊണ്ട് പിന്നെ ഞങ്ങള് അത് വേണ്ടാന്ന് വെച്ചെന്ന് പറയണം. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ ഇവരുടെ ഓരോ ചോദ്യത്തിന് മുന്നിൽ. പക്ഷെ അവര് വിടാനായിട്ട് ഭാവമില്ലായിരുന്നു. അവര് പിന്നീട് പറഞ്ഞു, എന്നാലും ഇനിയിപ്പോ കല്യാണത്തിന് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ വരുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. പിന്നെ വരുവോന്നോ, കുറെ ആൾക്കാർ വരുമെന്ന് പറയണം.
പിന്നെ ഇപ്പൊ തന്നെയാണെങ്കിലും ഈ ബന്ധുക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അവരെ വിളിക്കാന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചു കഴിയുമ്പോൾ അടുത്തയാളെ പടങ്ങും. അത് മാത്രമല്ല ബിസിനസ് പരമായിട്ട് എനിക്ക് കുറെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പൊ ഒരാളെ തനിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു പറയും അതെന്താ ഞങ്ങളെ വിളിക്കായിരുന്നേന്ന്. പിന്നെ കല്യാണത്തിന് എല്ലാരും കൂടെ അങ്ങ് വിളിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തടിയൂരി നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഞാൻ ബാലൻ വിശ്വസിച്ചു. പക്ഷെ മീനാക്ഷിയുടെ മനസ്സിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണേ? പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അതെ ഞങ്ങൾ ഈ മോളിൽ നിന്ന് കാണട്ടെന്ന് പറയണേ. ഇത് കേട്ട ശ്രീകളിക്ക് ഒരു ആശ്വാസമായി. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു, ബാ മോളെ കാണിക്കാന്ന് പറഞ്ഞ് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. ആ സമയം മീനാക്ഷിയും കൂടെ കയറി ചെല്ലുവാണ്. ഈ കുരുപ്പും കൂടെ വരുന്നുണ്ടോ? ഇവള് വന്നാ ഇനിയിപ്പോ അവിടെ വന്നിട്ട് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ദൈവമേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ മോളുടെ മുന്നിലാണെങ്കിൽ തനിക്ക് തന്റെ മോൾക്ക് വേറെ നിവൃത്തിയില്ലാതെ വരും. അവളാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക, എന്തേലും ചോദിക്കാൻ വേണ്ടി നിൽക്കുക, ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്. അങ്ങനെ എന്തേലും വന്നാൽ ഈ കല്യാണം തന്നെ മുടങ്ങും. പെട്ടെന്ന് ഉദയഭാനും ശ്രീകലയോടും ഇടി നീയും കൂടെ അങ്ങ് ചെല്ല, നിന്റെ ഒരു കണ്ണ് എപ്പോഴും വേണമെന്ന് പറയണ. ശരിയെന്ന് പറഞ്ഞ് ശ്രീകലയും കൂടെ അവരുടെ ഒപ്പം കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് ചെന്നു. ഈ സമയം ആകെപ്പാടെ വിഷമത്തോട് നിൽക്കുകയാണ് ശ്രീദേവി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാരും കൂടെ വരുന്നുണ്ട്. അവരുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നീട് അവരെല്ലാം അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്. ശ്രീദേവിനെ അടിമുടിയും നോക്കി. അനുസരിച്ച് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും സുന്ദരി ചേച്ചിയാന്ന് പറയണം. ഇത് കേട്ട മീനാക്ഷി ചോദിച്ചു, എന്താ ഞങ്ങളൊന്ന് സുന്ദരികളല്ലേ നിൽക്കും? അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അത് പിന്നെ എന്റെ രണ്ടും മരുമക്കളും സുന്ദരികളല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞു, എനിക്കിഷ്ടം രണ്ടുപേരെ. അല്ല അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരിക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രീദേവി ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ പറഞ്ഞാന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് മീനാക്ഷി മിത്രം കൂടെ ചെല്ലുവാണ്. മീനാക്ഷി പറഞ്ഞു, ദൈവമേ ഇത്രയും സ്വർണ്ണം ഇട്ടത് എങ്ങനെ നിൽക്കുന്നു? കാരണം കഴുത്ത് നിറച്ച ആഭരണം അണിഞ്ഞ എങ്ങനെ നിൽക്കുന്നത്? അതെല്ലാം മുക്കുകൊണ്ടാണെന്നുള്ള കാര്യം ഇവർക്കൊന്നും അറിയത്തില്ലോ. ഗോമതിക്കോ മീനാക്ഷിക്കോ മിത്രയ്ക്കോ ഒന്നും അറിയത്തില്ലോ. നമ്മൾ തന്നെ രണ്ട് മാല ഇട്ട് നിൽക്കാൻ പെടുന്ന പാട്. ആ സമയം ഇത്രയും സ്വർണ്ണം ഇട്ട് നിൽക്കുന്നത്. മിത്ര പറഞ്ഞു, വലിയ കാശുകാരല്ലേ, അവരൊക്കെ ഇങ്ങനെയായിരിക്കും എന്ന് പറയാം. എന്നാലും ഇത്രയൊക്കെ ആർഭാടം കാണിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അനുജ ഇതെല്ലാം നോക്കുവാണ്. വീടും കൊള്ളാം, എല്ലാം കൊള്ളാം. വീടൊക്കെ മിക്കവാറും ഇനിയിപ്പം ആനന്ദിനായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ഇഷ്ടംപടി സ്വർണ്ണം ഉണ്ടല്ലോ. പിന്നീട് അനുജ പറഞ്ഞു, സ്വർണ്ണമൊക്കെ ഒന്ന് കാണാന്ന് പറഞ്ഞ അങ്ങ് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് അതൊക്കെ പിടിച്ചു നോക്കുവാണ്. എല്ലാം പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാല എടുത്തിട്ട് മീനാക്ഷി ചോദിച്ചു, അല്ല ഇത് എത്ര പവനുണ്ടെന്ന് ചോദിക്കുവാണ്. അനുജ എടുത്ത് വെച്ചാൽ ആ മാല കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് മീനാക്ഷിയുടെ ചോദ്യം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയായി പോയി ശ്രീദേവി ആകെപ്പാടെ പെട്ടു നിൽക്കുക. എന്റെ ഭഗവാനെ എന്താ മറുപടി പറയണ്ടേ? എത്ര പവനുണ്ടെന്ന് പോലും അറിയത്തില്ല. ശ്രീവിദ്യ ആകെപ്പാടെ പകച്ചു നിൽക്കുക. പെട്ടെന്ന് അനുജ ചോദിച്ചു, എന്താ മിണ്ടാത്തെ, എത്ര പവനുണ്ടെന്ന് അറിയില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രീകല ഓടി വന്നിട്ട് പറഞ്ഞു, അത് ഒരു 10-30 പവനും കാണുമെന്ന് പറയണം. അല്ല എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലേന്ന് ചോദിക്കും. അങ്ങനെ കൃത്യമായിട്ട് അറിയാന്ന് പറഞ്ഞാൽ ഇത് ഉദയേട്ടൻ വാങ്ങിച്ചോണ്ട് വരുന്നല്ലേ, ഞങ്ങൾ ഇതിന്റെ തൂക്കമൊന്നും നോക്കാറില്ല. ഉദയേട്ടൻ പുതിയ മോഡൽ ഓരോന്ന് വന്ന് കഴിയുമ്പോഴത്തേനും അതങ്ങനെ വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ അനുജ പറഞ്ഞു, ഇതിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഏതോ സീരിയലിനകത്ത് ഏതോ നടി ഇട്ട പോലെ ഉണ്ടല്ലോ എന്ന് പറയണം. അവിടുന്ന് ഉദയഭാനു വാങ്ങിച്ചോണ്ട് വന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ. പിന്നീട് ഗോമതി പറഞ്ഞു, എന്നാലും നല്ല ഭാഷണം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഇത് എവിടുന്നാ മേടിച്ചെന്ന് ചോദിക്കണമെന്ന് പറയണ. മേടിച്ചോ? അത് ഏതൊരു ജ്വല്ലറി എന്നാന്നേ, അവിടെ പോയി വേണമെങ്കിൽ നല്ല ഫാഷൻ, ഈ മോഡൽ ഫാഷനൊക്കെ കിട്ടുമല്ലോ, ഞങ്ങൾക്കും വായിക്കാനാന്ന് പറയണം. ഓരോ മാരണം ഒഴിഞ്ഞു പോയിക്കുമ്പോ അടുത്ത മാരണം വന്നുകൊണ്ടിരിക്കുക. സ്ത്രീകളെയാണ് നിന്ന് വിയർക്കുക, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് സ്ത്രീകൾ പറഞ്ഞു, അത് പിന്നെ ഇത് വാങ്ങിച്ചല്ല പണിയിച്ചാന്ന് പറയണേ. പണിയിച്ചോ? അതെ പണിയിച്ച. ഇവിടെ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് മാലയും വളയും സാധനങ്ങളൊക്കെ പണി തരുന്ന ഒരാളുണ്ട്, അയാൾ പണിത് തന്നാന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി ആണോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അയാളുടെ നമ്പർ ഞങ്ങൾക്ക് കൂടെ ഒന്ന് തരണം എന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ആ നമ്പർ ഞങ്ങൾക്ക് കൂടെ ഒന്ന് തരണം. ഇടയ്ക്ക് ഞങ്ങൾക്കും അയാളെ കൊണ്ട് ഓർണമെന്റ്സ് ഒക്കെ പണിയിക്കാമല്ലോ എന്ന് പറയാണ്. കേട്ടപ്പത്തേനും സ്ത്രീകളൊക്കെയാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സ്ത്രീകൾ പറഞ്ഞു, ശരി അതിനെന്താ ആയിക്കോട്ടെ, പോകുമ്പോ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി എന്ന് പറയണം. പിന്നീട് സ്ത്രീകള് നേരെ മീനാക്ഷിയുടെ മിത്രയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങൾക്ക് സ്വർണ്ണമൊന്നും കാണത്തില്ലല്ലേ, ഒളിച്ചോടി വന്ന വിവാഹമല്ലേ, അതോ ഇനിയിപ്പോ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നോ? ഓ ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ചിലപ്പം വന്നപ്പോ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരിക്കുമല്ലേ. ഇന്നത്തെ കുട്ടികളുടെ ഒരു കാര്യം, ഒളിച്ചോടി പോണ സമയത്ത് ഈ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകും, എന്ത് ചെയ്യാനാന്ന് പറ. ഇത് കേട്ടതും ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗോമതി പറഞ്ഞ, അതെ അവര് വന്നപ്പോ കൊണ്ടുവന്നൊന്നും അല്ല, ഇത് വീട്ടിലെ സ്വർണ്ണം എന്ന് പറയണ. ആഹാ അത് കൊള്ളാലോ, അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലേന്ന് ചോദിക്കും, സ്വർണം പോലും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അതിനിപ്പോ എന്താ, വീട്ടിലുള്ള സ്വർണം എന്ന് പറഞ്ഞാൽ അത് ഇവർക്കൂടെ ഉള്ളതല്ലേ, അല്ലാതെ ഒരാൾക്ക് സ്വന്തമായിട്ടുള്ളതല്ലോ, ഞങ്ങൾ അങ്ങനെയാന്ന് പറയാണ്.
ഇത് കേട്ടപ്പോ ഗോമതി അത് ശരിയാ, നല്ല കാര്യമാന്നൊക്കെ ഗോമതി അങ്ങോട്ട് പറയുന്നുണ്ട്. ഈ സമയം മീനാക്ഷിക്ക് അങ്ങോട്ട് പെരുത്ത് കയറി, രണ്ടെണ്ണം പറയാനായിട്ട് നാവ് ചൊറിഞ്ഞു വന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമല്ലേ, ഇനിയിപ്പം പറഞ്ഞു വെറുതെ മുഷിപ്പിക്കേണ്ടതെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഗോമതി ശരി ശരി ബാ നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം എന്നും പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായത് ശ്രീകലയ്ക്ക്. ശ്രീകല പെട്ടെന്ന് ശ്രീദേവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രീദേവി പറഞ്ഞു, അമ്മ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കും. എന്ത് അമ്മ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ്? ഇനിയിപ്പോ സ്വർണ്ണപ്പണിക്കാരന്റെ നമ്പർ കൊടുക്കണ്ടേ? അമ്മ ഏത് നമ്പർ ആരുടെ കൊടുക്കൂന്ന് ചോദിക്കാം. എടി അതിനാണ് ബുദ്ധി ഇല്ലാത്ത അമ്മ. അവര് പോകുമ്പോൾ നമ്പർ ചോദിക്കും, പോകുമ്പോൾ നമ്പർ ചോദിക്കുമ്പോ അത് പിന്നെ തരാന്ന് പറയണം, പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടോ പിന്നെ ആരുടെയും നമ്പർ കൊടുക്കണം. അപ്പൊ ആ നമ്പർ വിളിച്ചിട്ട് അതല്ലാന്ന് പറയുമ്പോഴോ അപ്പൊ നമ്മൾ മാറ്റി കൊടുക്കണം. ഇതിനല്ല ബുദ്ധി ഇല്ലാത്ത. എന്റെ അമ്മ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 10 ദിവസം ഞാൻ അവിടെ തകച്ചു വയ്ക്കും നമുക്ക് തോന്നുന്നുണ്ടാവും. അത് നിന്റെ കല്ലിപ്പ് പോലെ ഇരിക്കും. മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ 10 അല്ല 100 അല്ല 1000 ദിവസം വെള്ളം ഒരു കുഴപ്പം കൂടാതെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ നിനക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റുമെന്ന് പറയാം. ഇത് കേട്ടപ്പം ആകെപ്പാടെ ശ്രീദേവിക്ക് വല്ലാത്ത സങ്കടമായി പോയി. ശ്രീദേവി പറഞ്ഞു, അമ്മേ ഈ ചെയ്യുന്ന ചതിയാ, എനിക്കിത് സഹിക്കാനും പൊറുക്കാനും പറ്റുന്നില്ലെന്ന് പറയാം. ദേ മിണ്ടാതെ ഇവിടെ ഇരുന്നോണം, പറഞ്ഞത് കേട്ടല്ലോ, ഇത്രത്തോളം ഒപ്പിക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് പറയാണ്. ഈ സമയം ആനന്ദ് വരല്ല താഴെ ഇരിക്കുവാണ്. പിന്നീട് തിരുമേനി മോതിരമൊക്കെ പൂജിക്കുവാണ്. അങ്ങനെ പൂജി മോതിര കൈമാറ്റത്തിനുള്ള. പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, കുട്ടീനെ വിളിച്ചേക്കാൻ പറയണം. ഈ സമയം ആനന്ദന്റെ കണ്ണുകൾ ഇങ്ങനെ ചുറ്റും പരതുവാണ്. അവിടെ എവിടെയെങ്കിലും ശ്രീദേവി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ധർമ്മം പെട്ടെന്ന് ആകാശിനോട് നോക്കടാ നോക്ക്, ഇതെങ്ങ് നോക്കിയേ, നോക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ആരും ചോദിച്ചു, അല്ല ആനന്ദേട്ടൻ ആരെയും നോക്കണമെന്ന് ചോദിക്കും. അല്ല ഞാൻ ഈ വീടൊക്കെ നോക്കുമായിരുന്നു. പെട്ടെന്ന് ധർമ്മം പറഞ്ഞതേ ഐസ് കട്ടെ പെയിന്റ് അടിക്കാൻ വല്ല കിട്ടാൻ മോനെ, ഞങ്ങക്ക് മനസ്സിലായി, നേരെ നോക്കി ഇരിക്കടാന്ന് പറയണം. ആനന്ദൊന്ന് ചമ്മി. ഈ സമയത്ത് ശ്രീദേവിനെ വിളിക്കാനായിട്ട് ശ്രീകല അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് കഴിയുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുന്നതായിട്ട് ആരായിരിക്കും ഈ സമയത്ത് നോർത്ത് പോയി നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം മുമ്പ് താമസിച്ചിരുന്നിടത്തെ അവരായിരുന്നു. കാരണം വാടക കൊടുത്തിട്ടില്ല, കുറെ നാളത്തെ വാടക കുടിശ്ശികയുണ്ട്. അപ്പൊ അവിടുന്ന് മുങ്ങിയതാണ്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. പെട്ടെന്ന് പുറത്തേക്ക് ഓടണോ അകത്തേക്ക് ഓടണോ എന്നൊരവസ്ഥയായി പോയി ശ്രീകലയ്ക്ക്. ശ്രീകല പെട്ടിരിക്കുകയാണ്. ആഹാ കുറെ കാലമായി നിങ്ങൾ പറ്റിച്ചു കിടക്കുന്നത്, അങ്ങനെ നിങ്ങൾ ഇവിടെ വന്ന് ചേക്കേറിയൊക്കെ ആയിരുന്നില്ലേന്ന് ചോദിക്കണം. അയ്യോ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയണം. പ്രശ്നം ഉണ്ടാക്കല്ലെന്നോ? ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി വാടകയും മേടിച്ചോണ്ട് പോകണമെന്ന് പറയാം. അയ്യോ അങ്ങനൊന്നും പറയരുത്, ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയണ, ഗസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറയാം. അതൊക്കെ അറിഞ്ഞിട്ടേനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. മോളുടെ കല്യാണം നടത്തുമല്ലേ, അങ്ങനെ ഈ കല്യാണം നടത്താൻ പോകുന്നില്ല. എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയാന്ന് പറയണം. മര്യാദയ്ക്ക് പൈസ തന്നോണെന്ന് പറയണം. തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ, ഉറപ്പായിട്ടും തരൂന്ന് പറയണം. അന്നെങ്കിൽ മര്യാദയ്ക്ക് പണം തരാ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയണം. പെട്ടെന്ന് എന്ത് ചെയ്യാണെന്ന് അറിയില്ല. ശ്രീകല പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉദയേട്ടനെ വിളിച്ചോണ്ട് വരാം എന്ന് പറയണം. ആ ശരി പോയി വിളിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അകത്തേക്ക് കയറുമെന്ന് പറയണം. അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ വാതിലിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോ ശ്രീകല പെട്ടെന്ന് വാതിലങ്ങ് അടയ്ക്കുകയാണ്. ദൈവത്തെടുത്ത് അകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയണം. ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകല അകത്തേക്ക് കയറി പോവാ. ഈ സമയം അമ്മമാര് പറഞ്ഞു, വാടാ നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാന്ന് പറയണം. അങ്ങനെ അമ്മമാര് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ആ സമയം ശ്രീകല അകത്തേക്ക് ഉദയഭാനിന്റെ അടുത്തേക്ക്. ഉദയഭാനി വെച്ച് ആരായിരുന്നിട്ടേന്ന് ചോദിക്കുകയാണ്. മന്ത്രിമാരും അല്ല ആയിരുന്നോന്ന് ചോദിക്കുകയാണ്. അല്ല മന്ത്രിയുടെ PA ആയിരുന്നു പറയണം. ആണോ, പിന്നെ എന്തിനാ അവരവിടെ നിൽക്കുന്നത്, അവരെയും കൂടെ വിളിക്കാൻ വരാനും ചോദിക്കുകയാണ്. അപ്പൊ ശ്രീകല കണ്ണടച്ച് കാണിക്കുകയാണ്. അതെ നിങ്ങൾ പുറത്തേക്ക് വരാനായിട്ട്, അവർക്ക് അകത്തേക്ക് വരാനായിട്ട് മടി, ഒരു ചടങ്ങൊക്കെ നടക്കുമല്ലേ. ശരി ശരി അന്ന് ഞാനൊന്ന് പോയിട്ട് വരാം ബാല എന്ന് പറഞ്ഞിട്ട് ബാലിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഉദയഭാനു. ഈ സമയത്ത് അവന്മാര് തമ്മിൽ പരസ്പരം പറയാ, എടാ അയാളെങ്ങനെ പുറവശത്തെ വഴി കൂടെ രക്ഷപ്പെടുവോ? അങ്ങനെ രക്ഷപ്പെടാൻ വഴിയില്ല. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ വെറുതെ വിടാൻ പോകുന്നുണ്ടോ? ഇവിടെ ഗസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ പുറത്തിറങ്ങി അങ്ങനെ രക്ഷപ്പെടില്ല എന്ന് പറയണം. ആ സമയം ഉദയഭാനു ശ്രീകലയും കൂടെ കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇവരെ കണ്ടതും ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഉദയഭാനു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. കല്യാണം മുടങ്ങുമെന്ന് അറിയത്തില്ല. അവിടെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ബാലിനും കൂട്ടരും സത്യങ്ങളൊക്കെ അറിയും. അങ്ങനെയാണെങ്കിൽ കല്യാണം മുടങ്ങാനും വഴിയുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.